നമ്മൾ ഇന്നലെ കണ്ടത് അച്ഛൻ കുട്ടിയുടെ പഠനത്തിൽ ഇടപെട്ടാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വീട്ടിലുണ്ടാവുക. കുട്ടിയുടെ സ്വഭാവത്തിൽ പോലും എത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നമുക്ക് നോക്കാം. നാലാമത്തെ മാറ്റം എന്താണ്? ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല മാതൃക കാണും. പലപ്പോഴും കൊച്ചു പ്രായത്തിൽ അച്ഛൻ പറയുന്ന അച്ഛൻ്റെ ബാല്യത്തിലെ കഥകൾ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അച്ഛനെ ഹീറോ ആയിട്ടാണ് ആൺകുട്ടികൾ കാണുന്നത്. പെൺകുട്ടികളും അങ്ങനെ തന്നെ. പലപ്പോഴും പെൺകുട്ടികൾ ഭാവിയിൽ അവരുടെ ഭർത്താവ് എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനെ പോലെ ആയാൽ മതിയെന്ന് ആഗ്രഹിച്ചാൽ അത് പലപ്പോഴും അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ അനുഭവങ്ങൾ എത്രയേറെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. നമുക്ക് മറ്റു പലരുടെയും മാതൃകകൾ പറയാം, പക്ഷേ നമ്മളുടെ ലൈഫിനെ സ്വാധീനിച്ചത് എന്താണെന്ന് നമ്മുടെ അനുഭവമാണ്. അത് നമ്മളിൽ മാത്രമേ അതിൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കത്തുള്ളൂ. ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അച്ഛൻ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് മൊബൈൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കുട്ടിയോട് പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അച്ഛൻ്റെ വാക്കല്ല, അച്ഛൻ്റെ ജീവിത രീതിയാണ് കുട്ടി പഠിക്കുന്നത്. പക്ഷെ അച്ഛൻ വീട്ടിലെത്തി കുറച്ച് സമയം വായിച്ചാൽ, ഒരു പുതിയ കാര്യം പഠിച്ചാൽ, വളരെ താല്പര്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടാൽ കുട്ടിക്കും നല്ല എനർജി ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ. കുട്ടിയോട് എനിക്കിതറിയില്ല, നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞാൽ കുട്ടിക്കൊരാവേശമായിരിക്കും പല കാര്യങ്ങളും ചെയ്യാൻ. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. പഠനമെന്ന് പറയുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം വേണ്ട ഒന്നല്ലേ അല്ല, ജീവിതം മുഴുവൻ തുടരേണ്ട ഒന്നാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രം മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഈ പഠനം എന്നവസാനിക്കും? ജീവിതമെന്ന പഠനം അവസാനം നമ്മുടെ അന്ത്യശ്വാസം പോകുന്നിടം വരെ, അല്ലേ? ഒരാൺകുട്ടി അച്ഛനെ കണ്ട് പഠിക്കുന്നത് കുട്ടികളെ വളർത്തുന്നതും പഠനവും നോക്കുന്നതും സ്ത്രീയുടെ മാത്രം ജോലിയല്ല, അച്ഛനൊരു ഹീറോയാണ് എന്നായിരിക്കും. ഒരു പെൺകുട്ടി അച്ഛനെ കണ്ട് പഠിക്കുന്നത് എൻ്റെ ബുദ്ധിക്കും പഠനത്തിനും എൻ്റെ സ്വപ്നങ്ങൾക്കും വീട്ടിൽ വിലയുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്ക് എല്ലാവരും വില കൽപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും വില കിട്ടും എന്ന് തന്നെയാണ് കുട്ടി മനസ്സിലാക്കുന്നത്. വില കിട്ടുമെന്നല്ല, എനിക്ക് വിലയുണ്ടെന്നാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ഏറ്റവും ഉന്നതമാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അച്ഛൻ്റെ സാന്നിധ്യവും അമ്മയുടെ ഉത്തരവാദിത്തങ്ങളും കുട്ടിയുടെ ഭാവിയിലെ ബന്ധങ്ങളെയും ഉത്തരവാദിത്ത ബോധത്തെയും സാരമായി സ്വാധീനിക്കുന്നുണ്ട്. അഞ്ചാമത്തെ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അച്ഛനും കുട്ടിയും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടും. കുട്ടി ചെറുപ്പത്തിലിരിക്കുമ്പോൾ അച്ഛന് സമയമില്ലെന്ന് നമുക്ക് കരുതാം. പക്ഷേ കുട്ടി കൗമാരത്തിലെത്തുമ്പോൾ പെട്ടെന്ന് ചോദിക്കും, അവൻ എന്നോടൊന്നും പറയുന്നില്ല, അവളെല്ലാ കാര്യവും പറയുന്നത് അമ്മയോടാണ്. അങ്ങനെ പറയില്ല കേട്ടോ. കാരണം 14-ാം വയസ്സിൽ പെട്ടെന്ന് വന്ന് മനസ്സ് തുറക്കണമെങ്കിൽ ബാല്യം മുതൽ കുട്ടിയെ കേൾക്കാൻ അച്ഛൻ തയ്യാറാവണം. പഠനം നോക്കുക മാത്രമല്ല, പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല, അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നാൽ കുട്ടിക്ക് പഠനവും ജീവിതവും ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഒരു തിരിച്ചറിവാണ് അച്ഛൻ്റെ ഈ ചേർന്നിരുന്നുള്ള സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടുക. അച്ഛന് ചോദിക്കാം, ഇന്ന് സ്കൂളിൽ സന്തോഷം നൽകിയ ഒരു കാര്യം എന്താണ്? ഇത് ചോദിക്കാൻ ഒരു സെക്കൻഡിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ മുഖം ഒന്ന് വാടിയാൽ അച്ഛന് ചോദിക്കാമല്ലോ, ഇന്ന് എന്ത് പറ്റി കുഞ്ഞേ? നിനക്ക് വിഷമം പിടിച്ച എന്ത് സംഭവം ഉണ്ടായി? കുഞ്ഞ് തുറന്ന് പറയട്ടെ. അങ്ങനെ അവനവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വെളിയിൽ പോയിട്ട് വരുമ്പോഴുള്ള ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോവില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുന്നത്? കുട്ടിക്ക് സ്വന്തം വീട്ടിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഓർമ്മിക്കുക, ടീച്ചർ സ്കൂളിൽ പല കാര്യങ്ങളും പഠിപ്പിക്കും,
പക്ഷേ എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. ഒരു കുറ്റപ്പെടുത്തലില്ലാതെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്ക് തുറന്നു പറയാം, എനിക്ക് ആ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായില്ല അച്ഛാ. അച്ഛൻ നോക്കട്ടെ, കുഞ്ഞിന് പറഞ്ഞു തരാൻ അച്ഛന് പറ്റുമോ എന്ന്. അച്ഛൻ അറിയില്ലെങ്കിൽ പോലും എന്താ നിന്റെ പ്രശ്നം, പുസ്തകം ഒന്ന് എടുത്തുകൊണ്ട് വന്നേ, കുഞ്ഞിനെ കൊണ്ട് 2 പ്രാവശ്യം വായിപ്പിക്കാം, കാര്യങ്ങൾ മാറും. ക്ലാസ്സിൽ ചോദിക്കാൻ ഭയപ്പെട്ട ഒരു സംശയമുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ആ സംശയം നീ തന്നെ നാളെ ചെന്നിട്ട് പഠിപ്പിച്ച ടീച്ചറോട് ചോദിക്കൂ. ടീച്ചർമാർക്ക് പറഞ്ഞു തരാൻ ഇഷ്ടമാണ്, ടീച്ചർ പറഞ്ഞു തന്നോളും എന്ന് അച്ഛൻ ആശ്വസിപ്പിച്ചാൽ ആ കുട്ടിക്കുണ്ടാവുന്ന ആശ്വാസം എന്താണെന്ന് അറിയുമോ? അത് അനുഭവിച്ചറിയുമ്പോഴാണ് അറിയുന്നത്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ എൻ്റെ അച്ഛനെടുക്കുന്ന നിലപാടതായിരുന്നു. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും തകർന്നു പോകും എന്ന് കരുതുമ്പോഴും പിടിച്ചു നിൽക്കാനൊരു അത്താണിയായിരുന്നു അച്ഛൻ. അച്ഛൻ ഉപദേശം നൽകാതെ കേൾക്കണം എന്നർത്ഥം. കുട്ടിയെ വഴക്ക് പറയാതെ, കുട്ടിക്ക് പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ സൗഹൃദത്തോടെ കാണാൻ പഠിക്കണം. ഒരിക്കൽ ഒരു പരീക്ഷയിൽ ഞാൻ ഒന്നും എഴുതിയില്ല, തീരെ മാർക്ക് കുറവായിരുന്നു. 8ാം ക്ലാസ്സിൽ മാർക്ക് അച്ഛനെ കൊണ്ടുപോയി കാണിച്ചു, പേടിച്ച് മാറ്റി വെച്ചൊന്നുമില്ല. അപ്പോഴാണ് അച്ഛൻ ചോദിച്ചത്, എന്തു പറ്റി ഇങ്ങനെ? ഞാൻ പറഞ്ഞു, ആ ടീച്ചറിനെ എനിക്കിഷ്ടമല്ല, ഞാൻ എഴുതിയില്ല അതുകൊണ്ട്. അച്ഛൻ പറഞ്ഞു, സാരമില്ല, ആ ടീച്ചറിനെ നമുക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് പഠിച്ചു നോക്കിയാലോ, ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ അവിടെ എനിക്ക് തന്നത് പിന്തുണയാണ്. ഞാൻ വേറെ ആരുടെയും അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യില്ല, എൻ്റെ അനുഭവം മാത്രം. അച്ഛനും അമ്മയ്ക്കും വ്യക്തമായ പദ്ധതി ഉണ്ടായിരിക്കണം ഓരോ കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച്. അത് ഒരു കുട്ടിയാണെങ്കിലും 2 കുട്ടിയാണെങ്കിലും 3 കുട്ടിയാണെങ്കിലും 3 പേരും യുണീക്കാണ്, അവരുടെ രീതിയാണ്. അവരുടെ രീതി പഠിച്ചിട്ട് നമുക്ക് അച്ഛനമ്മമാർക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. കുട്ടി തൻ്റെ പരാജയ ഭീതി, ഭയം, കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൊബൈൽ ഉപയോഗത്തിലെ പിഴകൾ, പറ്റിയ തെറ്റുകൾ എല്ലാം തുറന്നു പറയാൻ കുടുംബത്തിൽ അച്ഛനെയും അമ്മയെയും ക്ഷണിക്കുകയാണെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് എനിക്ക് ഇങ്ങനൊരു മണ്ടത്തരം പറ്റി എന്ന് തുറന്നു പറയാൻ നിങ്ങളുടെ കുട്ടിക്ക് പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം കുട്ടിക്ക് പറ്റിയൊരു അബദ്ധം കേൾക്കാൻ നിങ്ങൾ നിന്ന് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയുക. ഒന്നുമില്ലെന്നേ, നമ്മൾ പണ്ടൊക്കെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതന്നൊക്കെ വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് അതിനെ നോക്കി ചിരിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ കാണിച്ചത്. അത്രയും കരുതിയാൽ മതി. നിങ്ങൾ ജീവിതത്തെ ഇത്രയും ഭയാനകമായി നോക്കാതെ ഇരിക്കൂ. എങ്കിലേ നിങ്ങൾ അച്ഛനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തമാവുകയുള്ളൂ. പക്ഷേ കുട്ടിയുടെ മുമ്പിൽ 2 പേരും പരസ്പരം ബഹുമാനമുള്ള വ്യക്തികളായിരിക്കണം. അമ്മയൊരു നിയമം പറഞ്ഞാൽ അച്ഛനത് കുട്ടിയുടെ മുന്നിൽ നിന്ന് പരിഹസിക്കരുത്. അച്ഛനൊരു തീരുമാനമെടുത്താൽ അമ്മ കുട്ടിയുടെ മുന്നിൽ നിന്ന് അച്ഛനെ അപമാനിക്കരുത്, എതിർത്ത് പറയരുത്. ഓർമ്മിക്കുക, കുട്ടിയുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ കുട്ടി ആ വിഷയം പഠിക്കില്ല. ഇതാണ് കുട്ടിയുടെ മനസ്സിലെ ചിന്ത. അച്ഛനും അമ്മയും അഭിപ്രായ വ്യത്യാസത്തിലാണ് എങ്കിൽ ഞാനെന്തിനാ ഇത് തിരിഞ്ഞു നോക്കുന്നത്? നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, നിങ്ങളുടെ കുട്ടി ഒരിക്കൽ വലിയ ആളാവും, അതിന് സംശയമില്ല. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കും, സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഗസ്റ്റാണ് നിങ്ങളുടെ കുട്ടികൾ. ഓർമ്മിക്കുക, അവരെ അതേപടി സന്തോഷത്തോടെ സ്വീകരിക്കുക, വളർത്താൻ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അവർ സ്വന്തം ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവർ ഓർക്കുന്നത് നിങ്ങൾ വാങ്ങിക്കൊടുത്ത വില കൂടിയ വസ്തുക്കളായിരിക്കില്ല. പക്ഷേ അവന് കണക്ക് തെറ്റിയപ്പോൾ ദേഷ്യപ്പെടാതെ അടുത്തിരുന്ന അച്ഛനെ അവൻ ഓർക്കും.
ഇത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്ഫടികമെന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ നമുക്ക് തോന്നിയിരുന്നുല്ലേ ആടുതോമയുടെ അവസ്ഥ? വേറൊരച്ഛൻ്റെ അടുത്തായിരുന്നുവെങ്കിൽ അങ്ങനെയൊരു ആടുതോമയായിരിക്കില്ല മോഹൻലാലിൻ്റെ കഥാപാത്രം. ഓർമ്മിക്കുക, എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു വാചകമേ എനിക്ക് പറയാനുള്ളൂ: പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ. ഇത് ഓർമ്മിക്കുക. അവനവൻ്റെ കൈകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ അവനവൻ ചെയ്യുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. അവനവൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അവനവൻ ചിന്തിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. അവനവൻ എടുക്കേണ്ട ആക്ഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതുപോലെ എടുക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. ഇതാണ് അച്ഛനും അമ്മയും എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുള്ളത്. എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും മിടുക്കരായി ഉപജീവനമാർഗവും കണ്ടെത്തി ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നാൽ അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തിയുള്ളവരായി ഇവിടെ ജീവിക്കണം. ഇത് മാത്രമേ ലെറ്റ്യൂഡിന് നിങ്ങളോട് പറയുവാനുള്ളൂ. ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കൂടുതൽ ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോൺഷ്യസ് പേരൻറ്റിങ് എന്നത് നമ്മൾ ഹൃദയത്തിലേറ്റേണ്ട ഒരു കാര്യമാണ്, അച്ഛനും അമ്മയും. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.